ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും നമസ്കാരം. ഇത് ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരുപാട് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നവരും അല്ലെങ്കിൽ ഡെയിലി വീക്ക്ലി അപ്ഡേറ്റ് തരുന്നവരും ഒക്കെ ഉണ്ട്, യൂട്യൂബിലും അല്ലാതെയൊക്കെ ആയിട്ടും. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്കറിയാം, ഫോണില്ലാതെയും ഇൻ്റർനെറ്റ് ഇല്ലാതെയും വളരെ കുറച്ച് ആൾക്കാർ, എനിക്ക് തോന്നുന്നില്ല ആരും തന്നെ ഉണ്ടെന്ന്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഇൻഫർമേഷനും കിട്ടുന്നുണ്ടാവും. എന്നിരുന്നാൽ പോലും കുറേ ആൾക്കാർ സം റീസൺ അവർ പറ്റിക്കപ്പെടുന്നുണ്ട്. അവർ എന്തുകൊണ്ടാണ് ആ ഡിസിഷൻ എടുക്കണേ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ പറ്റിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിപ്പം നമ്മുടെ ഹ്യൂമൻ നേച്ചറോ അല്ല അവരുടെ സിറ്റുവേഷനോ ഒക്കെ വെച്ചിട്ടാവാം. പക്ഷേ ഇത് ഞാൻ പറയാൻ പോകുന്നത് റീസെൻ്റ്ലി നമുക്ക് ന്യൂസിലൻഡിലെ കാര്യമാണ്. എല്ലാ രാജ്യത്തും ഇത് തന്നെയാണ് കുറച്ചൊക്കെ എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഞാൻ ന്യൂസിലൻഡിനെ ബേസ് ചെയ്ത് പറയാം. ന്യൂസിലൻഡിൽ ഇപ്പം വളരെ 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 പാടാണ് ഒരു ജോലി കിട്ടാനായിട്ട്. അത് ഈവൻ ഇപ്പം ന്യൂസിലൻഡിലുള്ളവർക്കും ഉള്ളവർക്കും പാടാണ്. പക്ഷേ വെളിയിൽ നിന്ന് വരുന്നവർക്ക് ആണ് ഏറ്റവും പാട്, വളരെ പാടാണ്. നിങ്ങൾ വിശ്വസിക്കും നെഗറ്റീവ് അടിക്കുവാണെന്ന്. പക്ഷേ നെഗറ്റീവ് അടിക്കുവാണെന്ന് നിങ്ങൾ വിചാരിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ സത്യസന്ധമായ കാര്യമാണ് പറയുന്നത്. അറ്റ് ദ മൊമെൻറ്റ് ന്യൂസിലൻഡിൽ ഒരു ജോലി കിട്ടാൻ ഭയങ്കര പാടാണ്. അത് ഏത് മേഖലയിലുള്ളവരാണെങ്കിലും, IT-യോ നഴ്സിങ്ങോ ഹെൽത്തോ ടീച്ചറോ വാട്ടെവർ പൊസിഷൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാം. പിന്നെ കൂടുതലും നമ്മുടെ ഇങ്ങോട്ട് വരുന്നതും ഞാൻ മീറ്റ് ചെയ്യുന്നതും ഒക്കെ ഒത്തിരി ആൾക്കാർ നേഴ്സിംഗ് കോമ്പിറ്റൻസിയൊക്കെ കഴിഞ്ഞ് വരുന്നവരെയാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ കാര്യം കുറച്ചും കൂടെ ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയാം. ഇപ്പം ന്യൂസിലൻഡിൽ ജോലി നേഴ്സിംഗ് പ്രൊഫഷനിൽ കിട്ടാനായിട്ട് കുറേ പാടാണ്. അത് കൂടാതെ വേറൊരു ബിഗ് ചേഞ്ച് വന്നത്, കുറേ ആൾക്കാർ, അതായത് നേഴ്സിംഗ് ജോബ് കാറ്റഗറിയിലല്ലാതെ സാധാരണ മനുഷ്യർ ഇപ്പോഴും AEWV വിസ എന്നും പറഞ്ഞ് ഒരുപാട് ആൾക്കാരെ ഇങ്ങോട്ട് പറ്റിക്കപ്പെട്ട് ലക്ഷങ്ങൾ കൊടുത്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് ഓൾറെഡി ഗവൺമെൻറ്റിൻ്റെയും ഇമിഗ്രേഷൻ്റെ ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് അവർ റീസെൻ്റ്ലി ഒരു പെട്ടെന്നുള്ള ചേഞ്ചസും ഉണ്ട്. 7-ാം തീയതി തൊട്ട്, April 7 തൊട്ട് ഒരു പുതിയ ചേഞ്ചസ് വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇമിഗ്രേഷൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് അത് വായിക്കണം. അതിനകത്ത് കുറേ ക്രൈറ്റീരിയാസ് ചേഞ്ച് ആയിട്ടുണ്ട്. അതായത് വിസയുടെ കാലാവധി, അതിൻ്റെ റിക്വയർമെൻറ്റ്, അത് എങ്ങനത്തെയുള്ള എംപ്ലോയറിലുള്ള റിക്വയർമെൻറ്റ് എല്ലാം അവർ വ്യക്തമായിട്ട് ഇമിഗ്രേഷൻ്റെ ആ വെബ്സൈറ്റിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പ്ലീസ് റീഡ്. അത് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. അല്ലാതെ ഇത് വായിക്കാതെ നിങ്ങൾ ആരുടെയെങ്കിലും കയ്യിൽ കൊണ്ടുപോയി ലക്ഷങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കാതെ അതൊന്ന് വായിക്കുക. പിന്നെ അതുപോലെ തന്നെ അത് കൊടുത്താൽ പോലും ഇവിടെ ജോലി കിട്ടാനായിട്ട്, ഇവിടെ ന്യൂസിലൻഡിൽ ഉള്ളവർക്ക് പോലും ഇപ്പോൾ ജോലി കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ട് ഉണ്ട്. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തേ മതിയാവുള്ളൂ. ഏത് ഏജൻസി എത്രയൊക്കെ കണ്ടു പറഞ്ഞാലും അത് വിശ്വസിക്കരുത്, അത് തെറ്റാണ്. ജോലി കിട്ടും എന്ന് പറഞ്ഞാൽ, ഇത് ഞാൻ കുറച്ച് 2 മാസം മുമ്പിട്ട് വീഡിയോനേക്കാളും വളരെ ഹാർഡാണ് ഇവിടെ ഒരു ജോലി കിട്ടാനായിട്ട്. എനിക്കിവിടെ വന്നിട്ട് തിരിച്ചു പോയവരെ ഇഷ്ടം പോണക്ക് പേരെ ഇപ്പോൾ അറിയാം. എസ്പെഷ്യലി ഈവൻ ഇൻ നഴ്സിംഗിൽ ജോലി കിട്ടാതെ രജിസ്ട്രേഷനും കഴിഞ്ഞിട്ട് വിസ തീർന്ന് തിരിച്ചു പോയ ആൾക്കാരെ വരെ എനിക്കറിയാം. ബാക്കിയുള്ള ജോബുകൾക്കൊക്കെ അതിലും പാടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ദയവ് ചെയ്ത് ഈ പ്രത്യേകിച്ച് പൈസ ഒരാൾക്ക് കൊടുക്കുന്നതിന് മുമ്പ് ദയവ് ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുക. നിങ്ങൾക്ക് ഇപ്പോഴും ഇങ്ങോട്ടേക്ക് വരാനുള്ള വിസാസ് ഒന്നും ക്ലോസ് ചെയ്തിട്ടില്ല. AW വിസ ഇപ്പോഴും ഓപ്പൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വരണമെങ്കിൽ പ്ലീസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഈ പറയുന്ന ക്രൈറ്റീരിയ എല്ലാം മീറ്റ് ചെയ്ത് ജോബ് ഓഫറും ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് മാത്രം പ്ലീസ് അവർക്ക് പൈസ കൊടുക്കൂ, പറ്റിക്കപ്പെടാതെ. ഇവിടെ വന്നു കഴിഞ്ഞാലും അതിന് നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സോ ജസ്റ്റ് സിംപ്ലി വിസിറ്റിംഗ് വിസ എടുത്തിട്ട് ഇവിടെ വന്നാൽ ജോബ് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് പറ്റിക്കപ്പെടുന്ന ആൾക്കാർ ഇപ്പോഴും നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കാൻ കൂടി പറ്റുന്നില്ല. കാരണം എത്രമാത്രം യൂട്യൂബ് ചാനലുകളും അതും ഇതും ഒക്കെ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുണ്ട്. സോ ദയവ് ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് എൻ്റെ ഒരു അഡ്വൈസാണ്, ഇമിഗ്രേഷൻ ഓഫീസിൽ എൻ്റെ വെബ്സൈറ്റിൽ കയറി അതൊന്ന് വായിച്ച് മനസ്സിലാക്കി ഈ ഒരു പറയുന്നത് റൈറ്റ് ആണോ, അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് പ്ലീസ് റീഡ്. അവർ തരുന്ന ഡോക്യുമെൻറ്റ്സ് അല്ല. നിങ്ങൾ ന്യൂസിലൻഡ് ഇമിഗ്രേഷൻ വെബ്സൈറ്റിൽ കയറി അത് വായിച്ച് നോക്കി നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യണം അതങ്ങനെ ഉണ്ടോ എന്നുള്ളതും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ പൈസ കൊടുക്കുന്നതിന് മുമ്പ് പ്രോപ്പർ
എവിഡൻസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ചെയ്യുന്നതിന്. അപ്പം ഇതെല്ലാം ആലോചിച്ചിട്ട് മാത്രം ചെയ്യുക. പറ്റിക്കപ്പെട്ട് ഇവിടെ വന്ന ആൾക്കാർ സ്ട്രഗിൾ ചെയ്ത് കാണുമ്പോൾ നല്ല വിഷമമുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്യുന്നതിനൊരു പരിധിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും പ്ലീസ് ദയവ് ചെയ്ത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് ഒക്കെ തീരുമാനം എടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.